ഞാൻ ഒരു കഥ പറയട്ടെ. കുറച്ചുനാൾ കഴിഞ്ഞ് അച്ഛൻ ജയിലിൽ നിന്ന് തിരിച്ചു വന്നു. വന്നപാടെ ലോറിയെടുത്ത് എങ്ങോട്ടോ പോയി. അച്ഛൻ്റെയും അമ്മയുടെയും സ്ഥാനം ഏറ്റെടുത്തത് ഏട്ടനാണ്. പിന്നീട് ഒരിക്കൽ അച്ഛൻ തിരിച്ചു വന്നു. കൂടെ വന്നത് ആ സ്ത്രീയും നികേഷും. അന്നിവൻ ഒരു ചെറിയ കുഞ്ഞായിരുന്നു. പേര് ചോദിച്ചപ്പോൾ അച്ഛൻ നികേഷ് എന്ന് പറഞ്ഞു. ആ സ്ത്രീ ആരാണെന്നോ എത്ര കാലം ബന്ധമുണ്ടെന്നോ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. നാട്ടുകാർ പറഞ്ഞിട്ടാണ് ഞങ്ങൾ അറിയുന്നത് ആ സ്ത്രീയുമായിട്ട് ബന്ധമുണ്ടെന്നും അവരിൽ ജനിച്ച കുഞ്ഞാണ് ഇവനെന്നും. കാലങ്ങൾക്ക് ശേഷം അച്ഛൻ വരുമ്പോൾ ആ സ്ത്രീയും ഒരു കുഞ്ഞുമുണ്ടായിരുന്നു. ആലോചിച്ച് നോക്കിയേ, ഞങ്ങൾക്ക് എത്ര വിഷമമുണ്ടാവും. അന്ന് വെറുക്കാൻ തുടങ്ങിയതാ ആ മനുഷ്യനെ. ഇവനോടും ആ ദേഷ്യം ഞങ്ങൾക്കുണ്ടായിരുന്നു. സുഭാഷേട്ടനാണ് ഞങ്ങളോട് പറഞ്ഞത്, അവനൊരു കുഞ്ഞല്ലേ, അവന് എന്തറിയാമെന്ന്. പിന്നീട് അവൻ്റെ കളിയും ചിരിയും, അവൻ ഓരോ അക്ഷരം പറയുമ്പോൾ ഞങ്ങൾക്കുണ്ടാവുന്ന സന്തോഷം. ഒരു നാൾ നേരം വെളുത്തപ്പോൾ ഇവൻ്റെ അമ്മയെ കാണാനില്ല, കൂട്ടത്തിൽ അച്ഛനെയും. വൈകുന്നേരം ആയപ്പോൾ അച്ഛൻ തിരിച്ചു വന്നു. ആ സ്ത്രീ എവിടെയാണെന്ന് ഞങ്ങൾ ചോദിച്ചില്ല. അച്ഛൻ അതൊട്ട് പറഞ്ഞതുമില്ല. ഞങ്ങൾ 4 പേരും തുല്യ ദുഃഖിതർ. അമ്മ നഷ്ടപ്പെട്ട ഞങ്ങളും അമ്മ ഉപേക്ഷിച്ച് പോയ അവനും. അവിടുന്ന് തൊട്ട് ഞങ്ങൾ 4 പേരും സ്നേഹത്തോടെ കഴിയാൻ തുടങ്ങിയത്. മുറ്റത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന നികേഷിനെ ആശ്വസിപ്പിക്കുന്ന ഏട്ടന്മാർ. അവിടേക്ക് സുധീഷും കൂടെ കയറി വന്നു. 4 പേരും കൂടെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. ഇവരുടെ സങ്കടം കണ്ട് സഹിക്കവയ്യാതെ നിധി. സങ്കടപ്പെട്ടിരിക്കുന്ന നികേഷ്. അവിടെ അതിമനോഹരമായൊരു ഗാനമാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഇനി കഥയിലേക്ക് തിരിച്ചു വരാം. നികേഷിന് ചോറ് വാരി കൊടുക്കുന്ന സുഭാഷ്. സങ്കടം കൊണ്ട് നികേഷിന് ഊണ് കഴിക്കാൻ കഴിയുന്നില്ല. അവൻ പോയി റൂമിൽ കിടന്നു. സുഭാഷ് വന്ന് അവനെ പുതച്ചു കൊടുത്തു. ഇത് നോക്കി നിൽക്കുന്ന ഹരീഷും സുധീഷും നിധിയും. നികേഷ് കോളേജിൽ പോകുമ്പോൾ വഴിയിൽ ഭാസ്കരനെ കാണുന്നു. ഭാസ്കരൻ: എന്താടാ നിനക്ക് ഇത്ര ദേഷ്യം? നിന്റെ അമ്മ വേറെയാണെങ്കിലും ഞാൻ നിന്നെ വഴിയിൽ ഉപേക്ഷിച്ചില്ലല്ലോ. നിങ്ങളാണ് എല്ലാ കുഴപ്പങ്ങൾക്കും കാരണക്കാരൻ. നിങ്ങൾ എന്നോടെങ്കിലും സത്യം പറയണമായിരുന്നു. ഭാസ്കരൻ: പറഞ്ഞാൽ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? നികേഷ്: നിങ്ങൾക്ക് എത്ര കല്യാണം വേണമെങ്കിലും കഴിക്കാം, അത് എനിക്ക് അറിയേണ്ട കാര്യമില്ല. ഭാസ്കരൻ: പറഞ്ഞിരുന്നെങ്കിൽ. നികേഷ്: ഏട്ടന്മാരെ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. ഏട്ടന്മാർ എനിക്ക് ആരും അല്ലാണ്ടായി. അവർ ശരിക്കും സ്വന്തമല്ലെന്നറിയുന്നത് എത്ര സങ്കടമുള്ള കാര്യമാണ്. നിങ്ങൾ എൻ്റെ അച്ഛനല്ലേ, സത്യം പറയാനുള്ള ഉത്തരവാദിത്തമില്ലേ? ഏട്ടന്മാരെ ഞാൻ ഓരോ ആവശ്യം പറഞ്ഞ് എത്ര ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. ഞാൻ അന്യ ഒരുത്തൻ ആണെങ്കിൽ ഞാൻ അവരെ ഇത്ര കഷ്ടപ്പെടുത്തില്ലായിരുന്നു. ഭാസ്കരൻ: നീ കോളേജിൽ പോകാൻ നിന്നതല്ലേ, പോയി 4 അക്ഷരം പഠിച്ച് ജോലി വാങ്ങാൻ നോക്ക്. നികേഷിനെ കാത്തു നിൽക്കുന്ന നിധി. ഇത്ര നേരമായിട്ടും നികേഷിനെ കാണുന്നില്ലല്ലോ. അപ്പോഴാണ് സുധീഷിന് ഫോൺ വിളിക്കുന്നത്. നമ്മുടെ ആളാണല്ലോ ഫോൺ വിളിക്കുന്നത്, എന്താ കാര്യം? നികേഷ് ഇനിയും കോളേജ് വിട്ട് വന്നിട്ടില്ല. സുധീഷ് പറയുന്നുണ്ട്, അവൻ ചെറിയ കുട്ടിയൊന്നും അല്ലല്ലോ, സമയം അത്ര ആയിട്ടുമില്ല, അവൻ തിരിച്ചു വന്നോളും. നിധി: അതല്ല, അവൻ സങ്കടത്തോടെയല്ലേ കോളേജിലേക്ക് പോയത്, അവൻ ഫോൺ എടുക്കുന്നുമില്ല, അവൻ്റെ ഫോൺ സ്വിച്ച് ഓഫാണ്. സുധീഷ് പറയുന്നു, ഫോൺ വെച്ചോ, ഞാൻ പോയി നോക്കിയിട്ട് വരാം. നിധിയെ സുഭാഷ് വിളിക്കുന്നു. നികേഷ് ഫോൺ എടുക്കുന്നില്ല, അവൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ. അവൻ ഇവിടെ എത്തിയിട്ടില്ല ഏട്ടാ, ഞാനും വിളിച്ചു നോക്കി, അവൻ്റെ ഫോൺ സ്വിച്ച് ഓഫാണ്. അപ്പോഴേക്കും പാഞ്ഞു കെട്ടി ഹരീഷ് വരുന്നുണ്ട്. ഹരീഷും പറയുന്നുണ്ട്, ഞാൻ സുധീഷിനെ വിളിച്ചു നോക്കി, അവൻ ഫോൺ എടുക്കുന്നില്ല, അവൻ്റെ ഫോൺ സ്വിച്ച് ഓഫാണ്. നിധി പറയുന്നു ഹരീഷിനോട്, നീ ഒന്ന് പോയി നോക്കിയിട്ട് വാ അവൻ എവിടെയാണെന്ന്. ഹരീഷ് എല്ലാവരുടെയും അവനെ നോക്കാൻ വേണ്ടി പോകുന്നു. സുധീഷും സുഭാഷും കാറിൽ നികേഷിനെ തിരയുന്നു. അപ്പോഴാണ് അച്ഛൻ്റെ വരവ്. അച്ഛൻ നിധിയോട് ചോദിച്ചു, എന്താ മോളെ പുറത്ത് നിൽക്കുന്നത്? നികേഷ് ഇനിയും വന്നിട്ടില്ല, രാവിലെ കോളേജിൽ പോയതാണ്, അവൻ ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല. അച്ഛൻ പറയുന്നുണ്ട്, അവൻ വന്നോളും, ചെറിയ കുട്ടിയൊന്നും അല്ലല്ലോ, പോയ ആൾക്ക് തിരിച്ചു വരാനും അറിയാം, നീ വിഷമിക്കണ്ട, അവൻ വന്നോളും. നിധി നികേഷിനും കാത്ത് സങ്കടത്തോടെ ഉമ്മർത്തിരിക്കുന്നു. ഓക്കെ, ബൈ, വീണ്ടും കാണാം.